2016-ലും 2021-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. 10 വർഷം അടുപ്പിച്ച് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ട തരത്തിലേക്ക് വലിയൊരു അധപ്പതനത്തിലേക്ക് കേരള ജനത കോൺഗ്രസിന് വോട്ട് നൽകാതെ തള്ളിവിട്ടു. 2026-ൽ പക്ഷേ അങ്ങനെയല്ല, വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ ഗുണകരമായി മാറുവാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ശക്തമായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക ജില്ലകളും ഒട്ടുമിക്ക മണ്ഡലങ്ങളും കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. എന്നാൽ 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ട് പിന്തള്ളപ്പെടുമ്പോഴും എറണാകുളം ജില്ല എന്ന ഒരു ജില്ല കോൺഗ്രസിനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അടിവേരിൽ ശക്തിപ്പെട്ട ഒരു വൻമരം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പാർട്ടി തന്നെയാണ് എറണാകുളത്ത് ഇപ്പോഴും കോൺഗ്രസ്. കണ്ണൂരുകാർക്ക് ഇടതുപക്ഷം പോലെ കോട്ടകൾ നിരവധിയുള്ള എറണാകുളം ജില്ല 2016-ലും 2021-ലും അങ്ങനെ നിരന്തരമായി കോൺഗ്രസിനെ ചേർത്ത് നിർത്തുന്ന ഒരു ജില്ല തന്നെയാണ്. ആ ജില്ലയെ സംബന്ധിച്ച് ആ ജില്ലയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും എറണാകുളം ജില്ല കോൺഗ്രസിനോടുള്ള സമീപനം വ്യക്തമാക്കുക, കോൺഗ്രസിനെ ചേർത്ത് നിർത്തുമോ അല്ല തള്ളിക്കളയുമോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിലവിൽ എറണാകുളം ജില്ലയിലുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 UDF, അതിൽ 8 കോൺഗ്രസ്, മിച്ചം വന്ന 5 ഇടതുപക്ഷം ഭരിക്കുന്നത്. അതിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ KV തോമസിന്റെ മണ്ഡലമായിരുന്നു എറണാകുളം മണ്ഡലം. അവിടെ നിന്നത് ഹൈബീഡൻ പകരക്കാരനായി എത്തുന്നു. ഹൈബീഡൻ പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ പിന്നീട് സ്ഥാനാർത്ഥിയായി എത്തുന്നത് TJ വിനോദാണ്. TJ വിനോദ് പിന്നീട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചു വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ 2026-ൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എറണാകുളം നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലും അവിടെ ഉള്ളത്. അതായത് കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന KV തോമസിലൂടെ, ഹൈബീഡനിലൂടെ, പിന്നീട് മത്സരിച്ച TJ വിനോദിലൂടെ ഒക്കെ നിലനിന്ന് പോകുന്ന എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തന്നെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നീട് ഒന്ന് കൊച്ചിയാണ്. കൊച്ചി പക്ഷേ CPM-ന്റെ കോട്ടയാണ്. KJ മാക്സിലൂടെ പിടിച്ചെടുത്ത കൊച്ചി നിയമസഭാ മണ്ഡലം 2014-ലാണ് മാക്സിലൂടെ ഇടതുപക്ഷം കൊച്ചി നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കൊച്ചി ഇടതുകോട്ടയായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന് കൊച്ചി പിടിച്ചെടുക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് കളമശ്ശേരിയും കൊച്ചിയും വെച്ചുമാറുവാനുള്ള തീരുമാനം കോൺഗ്രസും ലീഗും തമ്മിൽ നടത്തുന്നുണ്ട് എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കൊച്ചി ലീഗിന് നൽകിക്കൊണ്ട് കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കും. കൊച്ചി ലീഗിന് വലിയ സ്വാധീനമുണ്ട്. കോൺഗ്രസിനും ഒരു അടിവേരുള്ള സ്ഥലമാണ്. അത്തരത്തിൽ ഒരു വെച്ചുമാറ്റം നടത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിലവിൽ അവിടെ മാക്സിക്കുള്ള ഒരു ജനസ്വീകാര്യതയ്ക്കുള്ള മങ്ങൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഗുണകരമായി മാറും. അത്തരത്തിൽ ഗുണകരമായി മാറുകയും ഭരണവിരുദ്ധ വികാരം അലയൊടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എറണാകുളം പോലെ കോൺഗ്രസിന് ശക്തിയേറെയുള്ള ഒരു ജില്ലയിൽ കൊച്ചി കൂടി പിടിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ശക്തി പ്രാപിക്കുവാൻ UDF-ന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ UDF-നുണ്ട്. അത്തരത്തിൽ കളമശ്ശേരിയും കൊച്ചിയും ലീഗും കോൺഗ്രസും വെച്ചുമാറുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യവും അതിൻ്റെ സാധ്യതയും വർദ്ധിക്കുകയാണ്. ഇനി കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കളമശ്ശേരിയിൽ ഇപ്പോൾ MLA ആയി നിൽക്കുന്ന P രാജീവ് 2021-ലാണ് UDF-ൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അവിടെ കളമശ്ശേരി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് കൊച്ചി കൈമാറുമ്പോൾ കോൺഗ്രസിൻ്റെ മണ്ഡലമായി മാറുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ DCC അധ്യക്ഷനായിരിക്കുന്ന മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത ഏറെയാണ്. മുഹമ്മദ് ഷിയാസിന് ജില്ലയിലും സംസ്ഥാനത്ത് എല്ലായിടത്തുമുള്ള ഒരു സ്വീകാര്യത കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി മാറും. അതുകൊണ്ട് മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകും. ഇനി ഒരുപക്ഷെ DCC അധ്യക്ഷനായി നിൽക്കുന്ന മുഹമ്മദ് ഷിയാസ് അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നീട് അവിടെ സാധ്യതയും സ്വാധീനവും ഏറെയുള്ളത് KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അബ്ദുൽ മുത്തലീഫിനാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സാധ്യതയുള്ളത്. ഇനി മറ്റൊന്ന് ആലുവയാണ്. ആലുവ അൻവർ സാദിഖിന്റെ മണ്ഡലമാണ്. അൻവർ സാദിഖ് തന്നെയായിരിക്കും തുടർന്നും MLA. അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലം തന്നെയാണ്. ആലുവ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. ഇനി പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ സാഹചര്യം എതിരാണ്. നിലവിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് മാത്രമാണ്
പ്രതികൂലമായി നിൽക്കുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും വാശി പിടിച്ച സീറ്റ് നേടുകയാണെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് അവിടെ ഏതെങ്കിലും ശക്തനായ ഒരു കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. അവിടെ മറ്റാരെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പരിഗണിക്കുവാൻ കഴിയുന്നത് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫിന് പ്രാദേശിക തലത്തിൽ സ്വാധീനമേറെയുള്ള നേതാവാണ്. അദ്ദേഹം പെരുമ്പാവൂരിൽ മത്സരിച്ചാൽ വിജയ സാധ്യത ഏറെയാണ്. ഇനി കോതമംഗലത്തിലേക്ക് വരുമ്പോൾ കോതമംഗലത്തിൽ ആന്റണി ജോണാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അവിടെ ശക്തമാണ്. പക്ഷേ കേരള കോൺഗ്രസ് മത്സരിക്കുന്നതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന ഒരു മണ്ഡലമാണ് കോതമംഗലം. അത് ഒന്ന് വെച്ചുമാറി കോൺഗ്രസ് നേടിയെടുത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വിജയിക്കുവാനുള്ള സാധ്യതയെ തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. കോതമംഗലത്തേക്ക് അബിൻ വർക്കിയെ പോലെ കോൺഗ്രസിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയ സാധ്യത ഏറെയാണ്. അവിടെ വിജയിക്കുവാൻ സാധിക്കുമെന്നും കൂടിയുള്ളൊരു കണക്കുകൂട്ടലുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് പിറവമാണ്. പിറവത്ത് ടി എം ജേക്കബിൻ്റെ മകനായ അനൂപ് ജേക്കബാണ് സ്ഥാനാർത്ഥി. അവിടെ ഇപ്പോഴും അനൂപ് ജേക്കബിന് അനുകൂലമായ സ്വാധീനവും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത തവണയും സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. അദ്ദേഹം മത്സരിച്ചാൽ വിജയിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. മറ്റൊന്ന് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ CPI യുടെ സീറ്റായിരുന്നു. ആ മൂവാറ്റുപുഴ CPI സീറ്റ് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ MLA മാർക്ക് പോലും ഇഷ്ടമുള്ള ഒരു നേതാവ്, സ്വാധീനവും സാധ്യതയും ഏറെയുള്ള നേതാവ്, ഒരു യുവമുഖം എന്ന രീതിയിൽ മൂവാറ്റുപുഴയിൽ അടുത്ത തവണയും മത്സരിക്കുവാൻ പോകുന്നത് മാത്യു കുഴൽനാടൻ തന്നെയായിരിക്കും. മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. കോൺഗ്രസിൻ്റെ മുഖ്യധാര പ്രതിരോധ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് അടുത്ത തവണയും മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് മാത്യു കുഴൽനാടൻ തന്നെയായിരിക്കും. നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഫലമായി മൂവാറ്റുപുഴയിൽ അടുത്ത തവണയും മാത്യു കുഴൽനാടൻ വിജയിക്കുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. വൈപ്പിനിൽ CPM സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണനാണ്. CPM ഇനിയും ആ മണ്ഡലം തന്നെ നിലനിർത്തും. CPMന് അനുകൂലമായ തരംഗമുള്ളൊരു മണ്ഡലം തന്നെയാണ്. അതങ്ങനെ വിട്ടുപോകില്ല. കോൺഗ്രസിന് പിടിച്ചെടുക്കുവാനും സാധ്യത കുറവായിരിക്കും. പക്ഷെ അങ്കമാലിയിലേക്ക് വരുമ്പോൾ അങ്കമാലിയിൽ റോജി M. ജോണാണ് MLA. അദ്ദേഹം തന്നെ തുടരും. അദ്ദേഹത്തിന് സാധ്യതയും സ്വാധീനവും ഏറെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി, യുവമുഖമായി, യുവാക്കൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി തിളങ്ങി നിൽക്കുന്ന റോജി M. ജോണിനെ സംബന്ധിച്ച് അങ്കമാലി ഒരു ഉരുക്കുകോട്ട തന്നെയാണ് കോൺഗ്രസിൻ്റെ. മറ്റൊന്ന് പറവൂരാണ്. പറവൂർ നിസ്സംശയം പറയാം VD സതീശിൻ്റെ ഉരുക്ക് മണ്ഡലം. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി മത്സരിച്ച് വിജയിച്ച് പിന്നീട് അങ്ങോട്ട് ഇന്ന് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന VD സതീശൻ വരുംകാല മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് പറവൂരുകാർക്ക് ഒരു മുഖ്യമന്ത്രി മുഖത്തിന് സാധ്യത ഏറെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. അപ്പോൾ പറവൂർ VD സതീശൻ വിജയിക്കുവാൻ സാധ്യത ഏറെയാണ്. അദ്ദേഹം തന്നെ വിജയിക്കുകയും ചെയ്യും. ഇനി കുന്നത്തുനാടിലേക്ക് വരുമ്പോൾ കുന്നത്തുനാട് കോൺഗ്രസും CPMഉം 2020 ഒക്കെ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കും. കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി സാധ്യത CPMനാണ്. അവിടെ 2020ക്ക് സാധ്യത ഏറെയാണ്. കാര്യം വികസനവും ഒപ്പം അഴിമതിരഹിത മുഖവുമുള്ള 2020ക്ക് കുന്നത്തുനാടിലുള്ള സ്വാധീനം തകർത്തെറിയുവാൻ കഴിയുന്നതല്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയതുപോലെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വികസനത്തിൻ്റെ പേരിൽ അഴിമതിരഹിത മുഖത്തിൻ്റെ പേരിൽ 2020ക്ക് കുന്നത്തുനാട് അധികാരത്തിലേറുവാനുള്ള സാധ്യത ഏറെയാണ്. തള്ളിക്കളയുവാൻ കഴിയില്ല. ഇനി തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിൽ K. ബാബുവിന് സാധ്യത കുറവാണ്. അദ്ദേഹം മത്സരിച്ചാൽ പരാജയപ്പെട്ടു പോകും. M. സ്വരാജ് തന്നെ വീണ്ടും മത്സരിക്കുകയാണ് എങ്കിൽ അവിടെ ഇടതുപക്ഷം പിടിക്കും. അവിടെ പിഷാരടിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുൻപോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. രമേശ് പിഷാരടി മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് പറയുന്നവരും നിരവധിയാണ്. പക്ഷേ രമേശ് പിഷാരടിയേക്കാൾ സ്വാധീനവും സാധ്യതയും വേറെ M. സ്വരാജിന് തന്നെയാകും. കാരണം രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി ചിന്തിക്കുന്ന ജനങ്ങൾ അവിടെ രാഷ്ട്രീയപരമായി ചിന്തിച്ചാൽ പിഷാരടി പരാജയപ്പെട്ടു പോകും. പക്ഷേ രമേശ് പിഷാരടി മത്സരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. മറ്റൊന്ന് തൃക്കാക്കരയാണ്. ഉമാ തോമസിൻ്റെ തൃക്കാക്കര. PT തോമസിലൂടെ അധികാരത്തിൽ നിലനിന്നു പോയ തൃക്കാക്കര ഉമാ തോമസിന് കൈമാറുമ്പോൾ അദ്ദേഹത്തിന് മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയി വന്ന ഉമാ തോമസിന് ഇപ്പോഴും സ്വാധീനമുണ്ട്, സാധ്യതയുണ്ട്. തൃക്കാക്കര കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കുകോട്ട തന്നെയാണ്. അതായത് നിലവിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ 14-ൽ 12 UDFന്, അതിൽ 11 കോൺഗ്രസ് വിജയിക്കും. വൈപ്പിൻ മാത്രമാണ് CPM പിടിച്ചെടുക്കുമെന്ന് ഉറച്ചു പറയുവാൻ കഴിയുന്ന ഒരു മണ്ഡലം. എന്തായാലും കണക്കുകളും മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ല 2026 കോൺഗ്രസിനെ ഇനിയും കുറച്ചുകൂടി അധികം മുറുക്കി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത്.